നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പാണ്. ആ നിൽപ്പിൻ്റെ ചിത്രമാണ്. എനിക്ക് ആ ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. സങ്കടമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു അഭിസംബോധനയായിരുന്നു അത്. ഒരു പരിപാടി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കിയിട്ട് അത് കയ്യോടെ പിടിക്കപ്പെട്ടതിൻ്റെ ഒരു സങ്കടം. എന്നിട്ട് മൂപ്പര് വേണ്ട പോലെ എല്ലാം പറഞ്ഞു. എന്തൊരു അഭിസംബോധനയായിരുന്നു അത്. ഇമാതിരി അഭിസംബോധന നരേന്ദ്രമോദിയെ പോലെയാണ് നടത്തുന്നത് നമ്മൾ ദുസ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം എത്ര രാത്രികളിൽ നമ്മുടെ ടെലിവിഷനിലൂടെ വന്ന് മൂപ്പര് അഭിസംബോധന ചെയ്ത് ഞെട്ടിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയുടെ കാവലാണ് താനെന്ന് പ്രഖ്യാപിക്കാൻ എത്ര തവണ മൂപ്പര് വന്നു. എന്നിട്ട് നമ്മളിങ്ങനെ രോമാഞ്ചം കൊണ്ട് നിന്ന ആരാധകരുടെ നാടാണിത്. സ്വച്ഛ ഭാരത് മിഷൻ നടപ്പാക്കുന്നത് പറയാൻ വന്നു. കാശ്മീർ ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നത് പറയാൻ വന്നു. GST നടപ്പാക്കുന്നത് പറഞ്ഞ് നമ്മൾ അന്തിപ്പിച്ചു. കോവിഡ് മഹാമാരിയെ നേരിടാൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ ഇതുപോലെ ഒരു വരവാണ് വന്നത്. ഒരു ദിവസം രാത്രി വന്ന് നിങ്ങൾ പാത്രം എടുത്ത് കൊട്ടണം, ഉടൻ കോവിഡിനെ നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞത് കേട്ട് നമ്മൾ ഞെട്ടിത്തരിച്ചു നിന്നതല്ലേ. വേറൊരു ദിവസം വന്ന് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചു. നമ്മുടെ രാജ്യത്തെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ നോട്ട് നിരോധനം. പിന്നൊരിക്കൽ വന്നിട്ട് കാർഷിക പരിഷ്കരണങ്ങൾ അങ്ങനെ എന്തെല്ലാം പിൻവലിക്കാൻ വന്ന് രാജ്യത്തോട് മാപ്പൊക്കെ ചോദിച്ച് നമ്മുടെ സങ്കടം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓടിച്ചോ എന്നൊക്കെ പറയുന്ന മൂപ്പരുടെ ആത്മാർത്ഥത നമ്മൾ ഇമാതിരി എത്ര അഭിസംബോധനകളിലൂടെ കണ്ടതാണ്. എത്ര അഭിസംബോധനകൾ. എന്തൊരു എടുപ്പായിരുന്നു അതിനെല്ലാം. എന്നാൽ ഇന്നലെ രാത്രി മൂപ്പര് വന്ന് ഒരു ചടച്ച നിൽപ്പ്, ആ നിൽപ്പിൽ നിന്ന് നടത്തിയ അഭിസംബോധന കണ്ടിട്ട് എൻ്റെ സകല ആവേശവും ചോർന്നുപോയി. മോദിജിയുടെ കനപ്പെട്ട ആരാധകരെല്ലാം പുലിമുരുകനെ പ്രതീക്ഷിച്ചെത്തി ഒടുക്കം ദശമൂലം ദാമുവിൻ്റെ പ്രകടനം കണ്ടതുപോലെ ആയിപ്പോയി. അമ്മാതിരി അഭിസംബോധനയാണെന്നാണ് നമ്മളെ കണ്ടവരും കേട്ടവരും ഒക്കെ ഉള്ള അനുഭവം. സംഗതി എന്താണ്? മോദിയുടെ കാലാവസ്ഥ എന്താണ്? പുലിമുരുകനിൽ നിന്ന് ദശമൂലം ദാമുവിലേക്കുള്ള ആ പതനം എങ്ങനെ സംഭവിച്ചു? നമുക്കൊന്ന് നോക്കാം. എല്ലാത്തിനും കാരണം ആ ഡീലിമിറ്റേഷൻ ബില്ലാണ്. വനിതാ സംവരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന ഡീലിമിറ്റേഷൻ ബിൽ. നേരത്തെ കുറച്ച് വർഷം മുമ്പേ ഒരു വനിതാ സംവരണ നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡറും ഇവിടെ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറക്കി. രാഷ്ട്രപതി വരെ അതിൽ ഒപ്പുവെച്ചാണ്. അത് അവിടെ വെച്ചിട്ട് ചുളുവിൽ വനിതകളുടെ പേരിൽ ഒരു മണ്ഡല പുനർനിർണയം കൂടി സാധിച്ചെടുക്കാൻ നടത്തിയ ഒരു കുതന്ത്രം. അതായിരുന്നു പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഒടുക്കത്തേക്ക് വെച്ച ആ ബില്ല്. അത് വഴി 3 നിയമങ്ങൾ പാസ്സാക്കുക. മണ്ഡല പുനർനിർണയം, അതിനുള്ള കമ്മീഷൻ, എല്ലാത്തിനെയും പൊതിഞ്ഞു പിടിക്കാൻ വനിതാ സംവരണം എന്നൊരു പേരും. എന്നാൽ പിന്നെ സ്ത്രീ സംവരണം മാത്രമായിട്ട് അങ്ങ് പാസ്സാക്കി നിയമമായിക്കൂടെ എന്നൊരു ചെറിയ ചോദ്യം മാത്രമേ പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ളൂ. ഇന്ത്യ മുന്നണി ഒന്നാകെ അത് മാത്രമാണ് ചോദിച്ചത്. ഇക്കഴിഞ്ഞ 12 വർഷമായി ചോദിക്കുന്നതല്ലേ. അവർ തമ്മിൽ തല്ലി തീർത്തോളും, നമുക്ക് നമ്മുടെ നിയമവുമായി പോകാം എന്നാണ് മോദിജി കരുതിയത്. എന്നാൽ സംഭവം പാളിപ്പോയി. 3-2 ഭൂരിപക്ഷം കിട്ടിയില്ല. അത് വേണ്ടെടുത്ത് വെറും 298 വോട്ട് മാത്രം ലഭിച്ച ബില്ല് അവിടെ പരാജയപ്പെട്ടു, നിയമമായില്ല. പ്രതിപക്ഷത്ത് നിന്ന് 230 വോട്ട് എതിർത്ത് പോൾ ചെയ്തു. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നു. പതിവ് പരിപാടികളൊന്നും നടന്നില്ല. സങ്കടം അതല്ല. ഡീലിമിറ്റേഷൻ വനിതാ സംവരണത്തിൻ്റെ ചെലവിൽ നടപ്പാക്കാം. സംഭവം പരാജയപ്പെട്ടാൽ വനിതാ സംവരണം പരാജയപ്പെടുത്തിയേ സ്ത്രീ വിരുദ്ധരാണേ ഈ പ്രതിപക്ഷം എന്നെല്ലാം പറഞ്ഞ് ഒരു പ്രചരണം നടത്താം എന്നൊക്കെ വിചാരിച്ചാണ് മോദിജി. പക്ഷേ എല്ലാം പാളിപ്പോയി, പൊളിഞ്ഞു. പാർലമെൻറ്റിലെ ചർച്ച മൊത്തമായി നാട്ടുകാർ കേട്ടു. സ്ത്രീകളുടെ ചെലവിൽ അസമിലടക്കം നടത്തിയതുപോലെ BJPക്ക് അനുകൂലമായി മണ്ഡല പുനർനിർണയം നടത്താനുള്ള ഗൂഢ പദ്ധതി അനാവരണം ചെയ്യപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. ഉത്തരേന്ത്യയിലെ ആധിപത്യം ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയുടെ വോട്ട് മൂല്യത്തെ മറികടക്കാൻ നടത്തിയ പരിപാടി നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. ദക്ഷിണേന്ത്യയെ കോളനിവൽക്കരണത്തിന് സമാനമാക്കി മാറ്റാനുള്ള തന്ത്രം എന്ന ആരോപണങ്ങൾ കണക്കുകൾ വെച്ച് ഉന്നയിച്ചു പ്രതിപക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലടക്കം ഉത്തരേന്ത്യൻ ആധിപത്യം എന്ന പ്രചരണം BJPയെ വാരിക്കുഴിയിലേക്ക് തള്ളിയിട്ടു. മോദി സർക്കാരിൻ്റെ കുതന്ത്രം കൈയോടെ പിടികൂടി എന്നർത്ഥം. ഒടുക്കം അതിനെയും മറികടക്കാൻ ഒരു അഭിസംബോധന. ആ അഭിസംബോധന ഒരു കുറുക്കു വിദ്യയാക്കി അവതരിപ്പിച്ച് മോദിജി എത്തിയതാണ്. രാജ്യത്തോട് സകല സ്ത്രീകളോടും മാപ്പ് ചോദിക്കുകയാണത്രേ. ഇവന്മാർ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി സ്ത്രീ വിരുദ്ധരാണ്, സ്ത്രീ സംവരണ നിയമം പാസ്സാക്കാൻ വിട്ടില്ല എന്നെല്ലാം കരഞ്ഞു പറഞ്ഞു മൂപ്പര്. അപ്പം നേരത്തെ പാസ്സാക്കിയ സ്ത്രീ സംവരണ നിയമമോ, അതിൻ്റെ ഉത്തരവിൻ്റെ കാര്യമോ, അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോ? ഡീലിമിറ്റേഷൻ ഇല്ലാതെ സ്ത്രീ സംവരണം മാത്രമായി കൊണ്ടുവരാത്തത് എന്തേ എന്ന ചോദ്യമാണ് മോദിജിയുടെ അഭിസംബോധന കേട്ട നാട്ടുകാരുടെ മനസ്സിൽ ഉദിച്ചത്. ബാക്കിയുള്ളതൊക്കെ അപ്പം നാടകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒടുവിലത്തെ രാഷ്ട്രപതിയുടെ നിലപാടും വന്നു. നേരിട്ടിതൊന്നും ചോദിക്കാൻ പറ്റുമല്ലോ. എന്ത് കാര്യവും ദേശീയവും പ്രാദേശികവുമായി നമ്പർ 1 ചാനലുകൾ മോദിജിയുടെ കണ്ണീരിനൊപ്പം നിന്ന് അന്തിച്ചർച്ചാകാരന്മാരെ കൂട്ടിയിരുത്തി സഹതാപ ചർച്ച മോദിജിക്ക് വേണ്ടി നടത്തി. ഈ പ്രതിപക്ഷം എന്തു പരിപാടിയാണ് കാണിച്ചത് എന്ന വിഷയത്തിൽ കേരളത്തിലെ അന്തിച്ചർച്ചാകാരന്മാരും നമ്പർ 1 ചാനലുകളിലൊക്കെ ഇരുന്ന് പരിപാടി നടത്തി. കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, നാട്ടുകാർക്ക് കാര്യം തിരിഞ്ഞത് മാത്രമാണ് ബാക്കിയായത്. ഇനി എന്തിനായിരുന്നു ഈ നാടകമെല്ലാം കളിച്ചത്? 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2014 ശേഷം ഇമാതിരി പ്രതിരോധത്തിലേക്ക് BJP വീണ ചരിത്രം ഇല്ല. അതിനെ മറികടക്കാൻ പറ്റിയ തന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണത്രേ ഈ നിയമനിർമ്മാണ നാടകം. എന്താണ് BJPയുടെ പ്രതിസന്ധി? പശ്ചിമ ബംഗാൾ, ആസാം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി. അതിൽ കേരളത്തിലും ആസാമിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ കാര്യമായ ബഡായികളല്ലാതെ പ്രതീക്ഷകളൊന്നും അവർക്കില്ല. എന്നാൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളും തമിഴ്നാടും അവിടെ അങ്ങനെയല്ല. കാര്യമായി പണിയെടുത്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ബംഗാളിൽ ഒരു സ്ത്രീ, മമതാ ബാനർജി, തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നു, തൃണമൂലിൻ്റെ നായികയായി. തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വിധി തീരുമാനിക്കും. എന്നാൽ അപ്രതീക്ഷിതമായി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP വലിയ ചില കുരുക്കുകളിൽ പെട്ടു. 3 പ്രധാനപ്പെട്ട കുഴപ്പങ്ങളാണ് അവർക്ക് അതിജീവിക്കാൻ പ്രയാസമുള്ളതായി അവരുടെ മുന്നിൽ വന്നു പെട്ടത്. ഒന്നാമത്തേത് പശ്ചിമേഷ്യൻ സംഘർഷമാണ്. നിങ്ങൾ വിചാരിക്കും, അപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഇവിടെ എന്താ കാര്യം എന്ന്. അങ്ങനെയൊക്കെയാണ് ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇറാൻ യുദ്ധത്തിൽ പതിവ് പോലെ അമേരിക്കൻ പക്ഷപാതിത്വം കേന്ദ്ര സർക്കാരിനെ മോദിജിയെ വെട്ടിലാക്കി. സാധാരണ BJPയുടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ ചെലവാക്കുന്നതാണ്. പക്ഷേ ഇവിടെ ചെലവാവാത്ത മട്ടിലായി. അപ്പുറത്ത് ഇറാനോട് അമേരിക്കയും ഇസ്രായേലും കാണിക്കുന്ന അനീതി, ഇപ്പുറത്ത് അമേരിക്ക. മാത്രമല്ല, വെറുതെ അമേരിക്കൻ പക്ഷപാതിത്വവുമായി നിൽക്കുന്ന ആളുകൾക്ക് വരെ തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇന്ത്യയുടെ അടുക്കളകളിൽ ഗ്യാസ് ഇല്ലാതായി. അതിക്രമത്തിൻ്റെ ദുരന്ത ഫലം നമ്മുടെ അടുക്കളയിലും എത്തി എന്നർത്ഥം. പ്രതിഷേധം ആർക്കെതിരെ? യുദ്ധം സൃഷ്ടിച്ചവർക്കെതിരെ. പതിവ് നമ്പറുകൾ ചെലവായില്ല. അവിടെ നയതന്ത്രം സ്വീകരിക്കേണ്ടി വന്നു. അടുക്കളകളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ പോലും BJPയെ കുഴപ്പത്തിലാക്കി. ഇനി രണ്ടാമത്തേത് FCRA നിയമ ഭേദഗതി ബിൽ, വിദേശ സംഭാവന നിയന്ത്രണ നിയമം. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ആകെ ഭീതിയിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കിയ നിയമം. കേരളത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അടക്കം ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വലിയ വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് BJP. ആ BJPയുടെ ഉള്ളിലിരിപ്പ് പുറത്തു കൊണ്ടുവന്നൊരു ബില്ലാണ്. പ്രചരണ രംഗത്ത് BJPയെ കടുത്ത പ്രതിരോധത്തിലാക്കി. ഒടുക്കം തൽക്കാലം തടി കഴിച്ചിലാക്കാൻ അത് മരവിപ്പിച്ചു. കേരളത്തിൽ PC ജോർജൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സഭയിലെയും പള്ളിയിലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ ചീത്ത വിളിച്ച് സമാധാനം കൊണ്ടു. പക്ഷെ സംശയം അടിത്തട്ടോളം നീണ്ടു. BJPയുടെ ഉദ്ദേശശുദ്ധി ഫ്രീസറിലായത് മിച്ചം. ഇനി മൂന്നാമത്തേത് BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള സമീപനം. കേരളത്തിലെ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കാര്യമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടില്ല. കേരളത്തിലെ ഭരണകക്ഷിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയതെങ്കിലും തമിഴ്നാട്ടിലും ബംഗാളിലും കേന്ദ്ര BJP സർക്കാർ അതത് സംസ്ഥാനങ്ങളോട് കാണിച്ച അനീതികൾ വ്യാപകമായി തെരഞ്ഞെടുപ്പ് വിഷയമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് സാമ്പത്തിക ഉപരോധം അടക്കം. മമതയും സ്റ്റാലിനും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി സാമ്പത്തിക ഉപരോധത്തെ അടക്കം എടുത്ത് അടിക്കുമ്പോൾ BJP നേതൃത്വം ശബ്ദമില്ലാതെ നിൽക്കുകയാണ്. ഇതിനെല്ലാം മറികടക്കാനുള്ള ഒരു എമർജൻസി പൊടിക്കൈ കൂടിയായിരുന്നു അത്രേ വനിതാ സംവരണ ബിൽ എന്ന പേരിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കപ്പെട്ട ഡീലിമിറ്റേഷൻ ബിൽ. ഇനി വിജയിച്ചാലും പരാജയപ്പെട്ടാലും തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കുള്ള സ്കോപ്പുണ്ട് എന്ന് മോദിക്കറിയാം, BJPക്കറിയാം. ഷാജിക്കും BJPക്കും ഇതൊന്നും അറിയാതെയുള്ള കളിയല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെയാണ് സംഗതി എടുത്ത് കാച്ചിയത്. പക്ഷേ സംഭവം കൈവിട്ടുപോയി. പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, ഉള്ളിലിരിപ്പ്, BJPയുടെ ഉള്ളിലിരിപ്പ് കൂടി നാട്ടുകാർക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. അങ്ങനെ 12 വർഷത്തെ മോദി സർക്കാരിൻ്റെ കാലത്ത് ഇതിലും വലിയൊരു അടി ഇനി കിട്ടാനില്ലെന്ന് മാത്രമല്ല, അവർ വലിച്ച് തോലി ഉരിച്ചു കളഞ്ഞു പ്രതിപക്ഷം. സ്ത്രീകളുടെ പേരിൽ മുതലക്കണ്ണീരുമായി ഈ ബില്ലിൻ്റെ പേരും പറഞ്ഞ് ഇനി ബംഗാളിലോട്ടോ തമിഴ്നാട്ടിലോട്ടോ പോകാനേ പറ്റില്ല. ബംഗാളിൽ ഇത്തവണയും ഭരണമൊന്നും കിട്ടൂല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞതാണെങ്കിലും 100 സീറ്റെങ്കിലും നേടി അടുത്ത തവണത്തേക്കൊരു നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുക, അതാണ് BJPയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് വേണമെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും പറയണ്ടേ? ഒരു മുദ്രാവാക്യം വേണ്ടേ? ആകെയുള്ളത് തൃണമൂലിൽ നിന്ന് പുറത്തെത്തിച്ച ഹുമയൂൺ കബീർ എന്നൊരൊറ്റ തുറുപ്പുചീട്ടാണ്. ബാബറി മസ്ജിദ് ബംഗാളിൽ പണിയണം എന്നും പറഞ്ഞ് BJP തിരിച്ചുവിട്ട് പ്രചരണത്തിലേക്ക് ഇറക്കിവിട്ട ഒരു പരിപാടിയാണെന്ന ആരോപണം നിലനിൽക്കുന്ന ഹുമയൂൺ മൂപ്പർ ആരംഭിച്ച സമരം തൃണമൂലിൽ നിന്ന് മുസ്ലിം വോട്ടുകളെ അടർത്തുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതുവഴി BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാനാണ് അത്ര പ്ലാൻ. അങ്ങനെ ഹുമയൂൺ കബീറിൻ്റെ സ്പോൺസറായി നിന്നുള്ള ഒരു കുതന്ത്രം. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാലോ? വിജയ് അടർത്തുന്ന ദ്രാവിഡ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളുമാണ് BJPയുടെ പ്രതീക്ഷയായിരുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ കഥ മാറുകയാണത്രേ പ്രചരണകാലത്ത്. വിജയുടെ ആൾക്കൂട്ടങ്ങളിൽ പകുതിയിലധികവും അണ്ണാ DMKയും അവരുടെ മുന്നണിയിലെ ന്യൂനപക്ഷങ്ങളാണെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നാണ് സ്ഥിതി. സ്റ്റാലിനെ മറിച്ചിടാൻ പോയിട്ട് സ്വയം മറിഞ്ഞു വീഴുമോ എന്ന് നോക്കിയിരിക്കേണ്ട അവസ്ഥ. ഈ സങ്കടമൊക്കെ ഉള്ളിലിട്ടാണ് അവസാന പയറ്റുമായി നരേന്ദ്രമോദി അഭിസംബോധന നാടകത്തിന് ഇറങ്ങിയത്. മൊത്തത്തിൽ പ്രതിപക്ഷത്തെ സ്ത്രീവിരുദ്ധരാക്കി പ്രതിപക്ഷത്തെ അങ്ങ് താറടിക്കാനുള്ള ഒരു പരിപാടി. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും UPയിലടക്കം ഉണ്ടാകാനിടയുള്ള തിരിച്ചടികളെയും മറികടക്കാനുള്ള തന്ത്രം. സംഗതി പാളിപ്പോയി. നമ്മൾ ഇമാതിരി നാടകങ്ങൾ എത്ര കണ്ടതാണ്. നരേന്ദ്രമോദിജി നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കിടിലം കൊള്ളിച്ച അഭിസംബോധന വരവുകൾ എത്ര വന്നിട്ടുള്ളതാണ്. അത് നോട്ട് നിരോധനം വരെ നമ്മുടെ മനസ്സിലിങ്ങനെ ആടി തിമിർക്കുന്നുണ്ട്.
പക്ഷേ ഈ വരവ് അത് വല്ലാത്തൊരു വരവായിപ്പോയി. എന്തൊക്കെ വരവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാൽ വരും എന്ന് പറഞ്ഞ് പച്ചക്കുളം വാസു വന്ന വരവ് നമ്മൾ കണ്ടില്ലേ. എബ്രാം ഖുറേഷിയാണ് എന്ന് പറഞ്ഞ് ടിനി ടോം UK ഒരു സ്റ്റേജിൽ വന്ന് കളിച്ചത് അടുത്ത കാലത്താണ്. എന്തിന് പുലിമുരുകനാണ് എന്ന് സ്വയം വിചാരിച്ച് ദശമൂലം ദാമു വരെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ മോദിജിയുടെ അഭിസംബോധനയും കണ്ടു എന്ന് വിചാരിക്കുക, അത്രമാത്രം. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ഭാവിച്ചോളൂ കേട്ടോ. അവരവരുടെ നാടകം കളിക്കട്ടെ, നമുക്ക് നമ്മളെ ഭാവി ആലോചിച്ച് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.